നിങ്ങളിപ്പോൾ സബ്വേ സർഫ് ഇങ്ങനെ കളിക്കുമ്പോൾ നിങ്ങളിങ്ങനെ വിചാരിച്ചു എൻ്റെ അടുത്ത് തീരെ ആരും എത്തില്ല ക്യാരക്ടർ, അപ്പോൾ ഇനി ഞാൻ ഹാക്കഡ് കയറ്റട്ടെ. അപ്പോൾ ഇനി ഗൂഗിളിൽ പോയിക്കാണ്ട് നിങ്ങളിപ്പോൾ സബ്വേ സർഫ് മോഡ് ആപ്പിക്കാൻ അടിക്കും. അങ്ങനെ ഫസ്റ്റ് സൈറ്റ് കയറിക്കാണ്ടൊക്കെ ഡൗൺലോഡ് ആക്കും. 170 MB ഒക്കെ ആവും ലേറ്റസ്റ്റ് വെർഷന് കയറ്റാൻ. അപ്പോൾ നമ്മളൊന്ന് നോക്കാൻ പോകുന്നുണ്ട് ഹാക്കഡ്, അതും സാധാ സബ്വേ സർഫർ എല്ലാ ക്യാരക്ടറും എല്ലാ സ്കേറ്റിംഗ് ബോർഡും അൺലോക്കഡ് കാലം. അതും വെറും 500 KB താഴേക്കാണ് ഈ ഫയൽ വരുന്നത്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നിങ്ങളെ കയ്യിൽ ഏതാണ്ട് ഈ സബ്വേ സർഫേ കാലം ഒന്നുമില്ലാത്ത, ഒരു ക്യാരക്ടറും ഇല്ലാത്ത, അല്ലെങ്കിൽ എങ്ങനെയും കഷ്ടപ്പെട്ട് കളിച്ചുണ്ടാക്കിയ 7000, 10000, 20000 ഒക്കെ കോയിൻ വരുന്ന ക്യാരക്ടർ വെച്ച് നിങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇനി അതൊന്നും വേണ്ട, ഇനി ഞാൻ തരുന്ന ഈ ഫയലുണ്ട് നിങ്ങൾ അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഇതാണ്ട് ഇതിൽ കാണാൻ പറ്റും. ഇത്രക്ക് ഇത് ഫുള്ളും ഇപ്പോൾ പൈസ കൊടുത്ത് വാങ്ങണം, നമുക്കിപ്പോൾ കിട്ടില്ല. ഇനി കിട്ടാനാണെങ്കിൽ ഇത് മാത്രം നമുക്ക് കിട്ടും. പിന്നെ ഇതിനൊക്കെ ഫുള്ള് പൈസയാണ്, കണ്ടില്ലേ? അപ്പോൾ ഇതൊക്കെ ഫുള്ള് പൈസയാണ്. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് ഇനി നമ്മൾ ഫ്രീ ആയിട്ട് എടുക്കാൻ നോക്കാം. അതും ഇത്ര മാത്രമല്ല, ഇതിലേറെ കുറേ ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്കാണെങ്കിൽ ഏത് 8 മടുക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുത്താണ്ട്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാൻ നോക്കാം. ഇപ്പോൾ കാണാൻ പറ്റുമോ, ഇന്ത്യയിലിപ്പോൾ ആകെ 1 സ്റ്റാർ ഉള്ളൂ ഇതിൻ്റെ സ്പീഡറുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇനി എത്ര 54 ഒക്കെ ആവും, 54 ഒക്കെ ആവുമ്പോൾ പറയണ്ടല്ലോ. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാൻ നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ ZRCR ആപ്പ് കയറ്റണം. ആപ്പിൻ്റെ ലിങ്ക് ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പിന്നെ ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ ഫയലും ഉണ്ടാവും. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഫയലില്ലെങ്കിൽ കമൻറ്റ് ബോക്സിലൊന്ന് ചെക്ക് ചെയ്തൊക്കെ. അപ്പോൾ ഇതിൻ്റെ സെറ്റപ്പൊക്കെ നമുക്ക് നോക്കാം. അത് നിങ്ങൾ ഫയൽ ഡൗൺലോഡ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ അടിയിലേക്ക് വന്നിട്ട് ആ ഡൗൺലോഡ്സിൽ പോയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും സുലുവായിട്ട് ഫ്രീ ഹാക്ക് പറഞ്ഞൊരു സിപ്പ് ഫയൽ ഉണ്ടാവും. അതൊന്ന് എക്സ്ട്രാക്ട് ചെയ്യുക. എക്സ്ട്രാക്ട് ചെയ്യുമ്പോൾ പാസ്വേഡ് ചോദിച്ചു. പാസ്വേഡ് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം. ഓക്കെ, പാസ്വേഡ് നിങ്ങൾ അടിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്കൊരു പുതിയ ഫയൽ കിട്ടുന്നതാണ്. ഒരു പ്രൊഫൈൽ പറഞ്ഞൊരു ഫയൽ, അത് നെക്കി പിടിച്ചിട്ട് കോപ്പി നിൽക്കിയിട്ട് മേലുള്ള ആ ഡൗൺലോഡ്സിൻ്റെ ഭാഗത്ത് നിൽക്കിയിട്ട് ഡിവൈസ് സ്റ്റോറേജ് വെക്കുക, ആൻഡ്രോയിഡ് ഡാറ്റ. അതിൽ വന്നിട്ട് നിങ്ങൾ സബ്വേ സർഫിൻ്റെ ഒരു ഫയൽ ഉണ്ടാവും, അതൊന്ന് കണ്ടുപിടിക്കുക. ഇതാണ് ഇതിൽ വന്നിട്ടുണ്ട്. അതിൽ ഫയൽസിൽ നിങ്ങൾ അടിയിൽ കാണുന്ന ആ പേസ്റ്റ് ബട്ടൺ നിൽക്കുക. അടിയിൽ ഒരു വട്ടത്തിൽ ഇതുണ്ട്, അതൊന്ന് ടിക്ക് ചെയ്താണ്ട് റീപ്ലേസ് നിൽക്കുക. റീപ്ലേസ് ചെയ്താൽ പിന്നെ നിങ്ങളത് അപ്ലൈ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നേരെ സബ്വേ സർഫ് ഓപ്പൺ ആക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ലോഡായി കഴിയട്ടെ. അപ്പോൾ അങ്ങനെ ഗായ്സ് ലോഡായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും മേലെ കുറേ കീയും കോയിനും ഒക്കെ ഉണ്ട്. നമ്മളിനി ക്യാരക്ടർ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ, അപ്പോൾ ഗായ്സ് എന്താ ക്യാരക്ടറിൽ അത് നോക്കുകയാണെങ്കിൽ കുറേ ആൾക്കാരുണ്ടാവും. ഇപ്പോൾ തന്നെ ലോഡായി കൊണ്ട് നിൽക്കണം, ഹാങ് അടിച്ചിട്ട് ലോഡാവണില്ല, ചെറുതായിട്ട് ഹാങ് ഉണ്ട്. ഓക്കെ, ഇപ്പോൾ കാണാത്ത ആൾക്കാരൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ചെറിയ ആൾക്കാരുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇതിലെത്ര 241 ക്യാരക്ടറുകളാണെന്ന് തോന്നുന്നുണ്ട്. ഞാൻ നോക്കിയപ്പോൾ മേലെ കാണാൻ സാധിക്കും 54 സ്റ്റാറും ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇത്തിരി പോയാൽ തന്നെ നിങ്ങൾക്ക് ഹൈ സ്കോറൊക്കെ പെട്ടെന്ന് കൂടും. പക്ഷേ ഇതിൽ ഓൾറെഡി കുറേ ഹൈ സ്കോർ ഉണ്ട്, അതാണ് ഇതിലുള്ളതൊരിത്. അത് നിങ്ങൾക്ക് വെട്ടിച്ചാറ്റോ നോക്കി. അപ്പോൾ ഇത് താഴത്തേക്ക് ഇങ്ങനെ വരും തോറും കുറേ ആൾക്കാരുടെ എണ്ണം കൂടാണ്. അപ്പോൾ കണ്ടില്ലേ എത്രങ്ങാനും ആൾക്കാരാണെന്ന്. അപ്പോൾ ഇതൊക്കെ വെച്ച് നിങ്ങൾക്ക് കുറേ കളിക്കാവുന്നതാണ്. അപ്പോൾ ഇത് കഴിഞ്ഞൊക്കെ സർഫ് ബോർഡൊക്കെ എത്തിയിട്ടുണ്ട്. സർഫ് ബോർഡിൽ നോക്കുകയാണെങ്കിൽ അതേപോലെ തന്നെ കുറേ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇതൊക്കെ വെച്ച് കളിച്ചാൽ, ഞാനിപ്പോൾ ഒരു ക്യാരക്ടറിനെ വെച്ച് കളിച്ചാണ്. അതിന് പറ്റിയൊരു സർഫ് ബോർഡ് എടുത്ത് നമുക്ക് കളിച്ചു നോക്കാം. കണ്ടില്ലേ ഇതിൽ കുറേ ഉണ്ട്, ഇലയും മറ്റേതും മറിച്ചതും ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടം പോലെ ഉണ്ട്, ഏത് വേണമെങ്കിൽ എടുത്ത് കളിക്കാം. അപ്പോൾ ഇത് മാത്രമല്ല, നിങ്ങൾക്കിനി കാണാൻ സാധിക്കും ഇതിലൊരു സംഭവം കൂടി ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇതിൽ പ്രൊഫൈലൊക്കെ മാറ്റാം. അത് നിങ്ങൾ ഈ ഇതിൽ പ്രൊഫൈലിൽ പോയിട്ട് ഇതാണ്ട ഇവൻ്റെ ഹൈ സ്കോർ നോക്കിയാൽ എത്ര കോടി അതൊക്കെ കണ്ട. ഇതിലുള്ള എല്ലാ ഇതും ഉണ്ട്, ബോർഡ്സും ക്യാരക്ടറും ഒക്കെ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇതിൽ പേരൊക്കെ മാറ്റാം. ഞാൻ അപ്പോൾ അതിൻ്റെ പേരിടണേ, തൊടുവായിട്ട് ഇന്ന് നമ്മളെ ചാനലിൻ്റെ പേരിടണേ. നെയിം ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് ചേഞ്ചിങ് കൊടുത്തപ്പോൾ നമ്മൾ ആ നെയിമൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. കണ്ട അതിൽ എത്രങ്ങാനും പ്രൊഫൈൽ നോക്കിയാൽ നമുക്ക് ഇതിൽ ഇഷ്ടമുള്ള എടുക്കാം. ഇപ്പോൾ ഞാൻ ആ കോയിൻ്റെ തലയാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. പിന്നെ ഇതിൽ നമ്മൾക്ക് ഒരു ഈ തീയിൻ്റെ വെക്കാം. അപ്പോൾ കണ്ടില്ലേ ഇത്രേ ഉള്ളൂ. ഇതൊക്കെ ആർക്കും വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യാം. അപ്പോൾ